ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഡൽഹി ട്രിപ്പിൽ ആഗ്ര താജ്മഹലൊക്കെ നമ്മൾ ഇന്നലെ കണ്ട് തിരിച്ച് റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. ഇന്ന് നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോകണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ ഹോട്ടലിലെ സ്യൂട്ട് റൂമുകൾ കേട്ടോ. ഓരോ റൂമുകൾക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ട് പേരുകളൊക്കെ കൊടുത്തേക്കണേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കാട്ടോ. എത്ര വെറൈറ്റി ഫുഡുകളെ നോക്കിയേ. ഇപ്പം ഏത് കഴിക്കണമെന്ന് കൺഫ്യൂഷനായി പോയി. പിന്നെ നമുക്കറിയാവുന്നതും ഫുഡുകളെ കുറിച്ച് ടേസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ ഇനി ഡൽഹിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു കേട്ടോ. എന്താ ഒരു ഫെസിലിറ്റീസ് നോക്കണേ. അതുപോലെ ആഗ്രയിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു അക്കോമഡേഷൻ താമസിക്കുമ്പോഴേ നമുക്ക് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ. അതുപോലെ സ്റ്റാഫൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന റോഡുകളൊക്കെ നോക്കി എന്തൊരു ബ്യൂട്ടിഫുൾ റോഡുകളാന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള റോഡുകളൊക്കെ പോലെ തന്നെ കേട്ടോ. റോഡിന്റെ രണ്ട് സൈഡും നല്ല അടിപൊളി ഗ്രീനറി ഒക്കെ കേട്ടോ. പിന്നെ റോഡ് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട് നന്നായതിന് തുല്യമല്ലേ. എന്ത് രസം. ട്രാവൽ ചെയ്യാൻ തന്നെ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണോ അല്ലേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ചായ കുടിക്കാനും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഡ്രൈവർ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഒരു സ്ഥലത്തോട് നിർത്തി. അവിടെ ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി, അങ്ങനെ പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഇതെന്താ സംഗതി മനസ്സിലായോ? ഇത് ടോയ്ലറ്റ് കേട്ടോ. ജെൻസിനും ലേഡീസും സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് കയറുമ്പോൾ ഞെട്ടിപ്പോയിട്ടോ. ടൈലും മാർബിളൊക്കെ ഇട്ടിട്ട് ലൈറ്റുകളൊക്കെ നോക്കി വെട്ടി തിളങ്ങായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റ് ആയിട്ടാണ് കേട്ടോ. ഇനി ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു എസിയും ഫാനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫ് ലൈവായിട്ട് അവിടെ നിൽക്കണേ. ഇതെന്തായാലും കൊള്ളാട്ടോ. ഇങ്ങനെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ സംഭവം അടിപൊളിയായി. അരമുക്കാൽ മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഡൽഹിക്ക് പോവാം. ഏകദേശം ഡൽഹി എത്താറായി. നല്ല തിരക്കൊക്കെ ആയി റോഡിലൊക്കെ. പിന്നെ നാട്ടിലെ ഡ്രൈവിംഗ് നമുക്ക് അറിയാലോ, കുത്തി കയറ്റി പോക്ക് മാത്രമേ ഉള്ളൂ. ലൈൻസുകളൊക്കെ വെറുതെ വരച്ചു വെച്ചതാണ്. ഞാൻ നമ്മുടെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ നോക്കി വണ്ടി ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങും എത്തില്ലാന്ന്. അത് ശരിയാട്ടോ. നേരത്തെ കാലത്ത് എത്തണമെങ്കിൽ ഇതേപോലെയൊക്കെ പോകണം. ഓരോ വണ്ടികളൊക്കെ പോകണ്ടില്ലേ. ഡൽഹി ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യം വന്നിരുന്നത് റെഡ് ഫോർട്ടിലാട്ടോ. നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം നമുക്ക് നടന്നു പോകണം. ഫാമിലിയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായ കാരണം അവിടെ സൈക്കിൾ റിക്ഷ ഉണ്ട്, ചീപ്പ് റേറ്റ് ആണ്. ആ റിക്ഷ എടുത്ത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് പോകാം. ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ഈ കോട്ടയെ കുറിച്ച്, ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ടിനെ കുറിച്ച് ഞാൻ പറയണത് നിങ്ങൾക്കറിയാം. ചുവന്ന കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ട കണ്ടിട്ട് ബ്രിട്ടീഷുകാർ കേട്ടോ റെഡ് ഫോർട്ട് എന്ന് പേര് വിളിച്ചത്. അതുപോലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ഉസ്താദ് അഹമ്മദ് ലഹോരി തന്നെ കേട്ടോ ഈ റെഡ് ഫോർട്ടിന്റെ രൂപകൽപ്പന ചെയ്തത്. 1632 ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണേ. 8 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. പിന്നെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജവഹർലാൽ നെഹ്റു കേട്ടോ ഇവിടെ ദേശീയപാത ഉയർത്തിയതും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയതും. അതിനുശേഷം പിന്നീട് വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫ്ലാഗ് ഉയർത്തുന്നതും അതിന്റെ സന്ദേശങ്ങളൊക്കെ തരുന്നതും എല്ലാം ഇവിടെ വെച്ചാട്ടോ. അതുകൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്ന ഒരു നിർമ്മിതി കൂടി കേട്ടോ ഈ റെഡ് ഫോർട്ട്. പിന്നെ ഈ റെഡ് ഫോർട്ടിന്റെ അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണോ. നമ്മളതിൻ്റെ അകത്ത് പിള്ളേരെ കയറാൻ പോക്ക് നടപടിയാവില്ല. അതിൻ്റെ അകത്ത് നിന്ന് ലാഹോരി ഗേറ്റ് വഴി മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ കയറാൻ പറ്റുള്ളൂ. ആ ലാഹോർ ഗേറ്റിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിന് അഭിമുഖമായിട്ടാണ് ഈ റെഡ് ഫോർട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ ആ ഗേറ്റിന് ലാഹോരി ഗേറ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം. ഏകദേശം 1.5 മണിക്കൂർ എമ്മിനോട് തിരിച്ചു പോന്നിട്ടോ. കത്തിച്ചാൽ കത്തന വെയിലായിരുന്നു. പിന്നെ ചൂടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്ഘട്ട്, അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ്, ഇതൊക്കെ സൈറ്റ് സീയിങ് ആയിട്ട് നമുക്ക് കണ്ടു കേട്ടോ. അവിടെ ഇറങ്ങാനോ തിരിച്ചു അതിനകത്തേക്ക് കയറാനൊന്നും നിന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് ആപടി 3 ദിവസമല്ലേ ഉള്ളൂ. ആ സമയത്ത് എല്ലാം കണ്ടിരിക്കാതെ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഡൽഹി കണ്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ തീർത്തു.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകുന്ന റോഡൊക്കെ ആയിരുന്നു നല്ല ഭംഗി കേട്ടോ. ടണലൊക്കെ നോക്കി 2 സൈഡും വാളൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വിദേശ രാജ്യങ്ങളിലുള്ള ദുബായിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ടണലുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ചോദിച്ചാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ കേട്ടോ, ചില റോഡുകൾ, അതായത് മന്ത്രിമാരും മറ്റേ VIP താമസിക്കുന്ന ഏരിയകൾ, അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ്, ആ ഏരിയകളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഫുൾ സെക്യൂരിറ്റിയും നീറ്റ് ആൻഡ് ക്ലീനാണ്. അല്ലാത്ത ഏരിയ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡേറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. എനിക്ക് അവിടെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്ലീൻനെസ് എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉച്ചയായി. ഇനി ലഞ്ച് കഴിക്കണം. ഇതാട്ടോ കേരള ഹൗസ്. ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളും നാട്ടിലുള്ള മന്ത്രിമാരും MLA-മാരൊക്കെ താമസിക്കുന്നത്. അതിനോട് ചേർന്ന് കേരള ഹൗസിൻ്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. എൻ്റെ പൊന്നെ, അവിടുത്തെ തിരക്ക് കാണണം. ഡൽഹിയിലൊക്കെ വന്നിട്ട് നമുക്ക് ഇപ്പം എത്ര ദിവസത്തെ ട്രിപ്പിന് വന്നാലും നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ ഇടാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലല്ലേ. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമ്മുടെ അകത്ത് കയറിയത്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ സാധാ റെസ്റ്റോറൻറ്റിൽ പോകുന്ന ടേബിൾ. പക്ഷെ ഫുഡില്ലേ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ റേറ്റും റീസണബിൾ ആട്ടോ. അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി നിൽക്കട്ടോ, കുത്തബ് മിനാർ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുത്തബ് മിനാർ. ഇന്ന് നേരിൽ കാണാൻ പോകാം കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടക്കണം കേട്ടോ അവിടെ നിന്ന്. പിന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, അവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ക്യാമറ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ക്യാമറ ലെൻസ്, മൈക്രോഫോൺ, ട്രൈപോഡൊന്നും നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കാര്യം തന്നെ വെച്ചിട്ട് പോകണം കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ കുത്തബ് മിനാറിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി. ഒരു വലിയൊരു ഏരിയ കേട്ടോ അത്. കുത്തബ് മിനാർ ഇത് എവിടെ സ്ഥിതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഡൽഹിയിൽ മെഹ്റോളി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പിന്നെ ആരാണ് കുത്തബ് മിനാർ നിർമ്മിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുത്തബുദ്ദീൻ ഐബക്കാണ്. 1199 കുത്തബുദ്ദീൻ ഐബക്ക് ഇതിനായി തറക്കല്ലിടുന്നത്. 5 നിലകളായിട്ടല്ലേ, അതായത് 5 തട്ടുകളായിട്ടാണ് കുത്തബ് മിനാർ നിൽക്കണത്. അതിൻ്റെ ആദ്യത്തെ തട്ട് ആയപ്പോഴേക്കും 10 വർഷം, അതായത് ഒരു 1210 ആയപ്പോഴേക്കും കുത്തബുദ്ദീൻ ഐബക്ക് മരിച്ചു. അതിനുശേഷം മുന്നോട്ടുള്ള വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായ ഇൽത്തുമിഷ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ കുത്തബ് മിനാറിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നു കേട്ടോ. മൊത്തം 379 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അത് 1981 ഈ സമയത്തൊക്കെ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറി ടൂറിസ്റ്റുകൾക്ക് കാണാനൊക്കെ പറ്റിയ സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ബുർജ് ഖലീഫൊക്കെ പോലെ തന്നെ. പക്ഷേ ആ സമയത്ത് പവർ ഫെയിലിയർ വന്ന് 100-400 പേര് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അത് കുറേ പേര് മരിക്കുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം പിന്നെ അതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം മൊത്തം ബ്ലോക്ക് ചെയ്തു. പിന്നെ ഈ കുത്തബ് മിനാർ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ട് അതിൻ്റെ ഒരുപാട് ഹിസ്റ്ററി അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. മൊത്തത്തിൽ കറങ്ങി അടിച്ചെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂർ സമയം വേണ്ടി വന്നു കേട്ടോ. നല്ല വെയിലും കൂടി ആയാലും നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് ഇരുന്നിട്ടൊക്കെയാണ് കുത്തബ് മിനാർ മൊത്തം കണ്ടു തീർത്തത്. ഇനി നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാം. ആഗ്രയിൽ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ അത്രയും വരില്ല ഡൽഹിനകത്തുള്ളത്, എന്നാലും കുഴപ്പമില്ല. 4 സ്റ്റാർ ഹോട്ടൽ തന്നെയായിരുന്നു. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അങ്ങനെ ഈ 3rd ഡേയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.